ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. LPS തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഷോർട്ട് ലിസ്റ്റ് നമുക്കൊന്ന് വിശദമായി അനലൈസ് ചെയ്യാം. 709/2023 LPS തിരുവനന്തപുരം ജില്ലയുടെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 20/7/2024 ഈ എക്സാം നടന്നത്. ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് 41.67 മാർക്കാണ്. 580 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ 1143 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് LPS തിരുവനന്തപുരം ജില്ലയുടെ മുൻ വർഷത്തെ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കാം. 516/2019 LPS തിരുവനന്തപുരം ജില്ലയുടെ എക്സാം നടന്നത് 24/11/2020 ആയിരുന്നു. ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് 42.33 ആയിരുന്നു. ആ തവണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 425 ആയിരുന്നു. ഇനി നമുക്ക് LPS തിരുവനന്തപുരം ജില്ലയുടെ നിലവിലത്തെ നിയമന നിലയൊന്ന് നോക്കാം. നിലവിൽ 426 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അഡ്വൈസ് ആയത്. അതിൽ 285 പേരാണ് 5ാം റാങ്ക് വരെയാണ് OCയിൽ നിയമനം നൽകിയിരിക്കുന്നത്. ഇന്ന് വന്ന രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് UPS തിരുവനന്തപുരം ജില്ലയുടെയാണ്. ഈ ഷോർട്ട് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 707/2023 UPS തിരുവനന്തപുരം ജില്ലയുടെ എക്സാം നടന്നത് 6/7/2024 ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് 62.33 മാർക്കാണ്. 554 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ 1121 പേരാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മുൻ വർഷത്തെ തിരുവനന്തപുരം ജില്ലയുടെ UPSയുടെ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കാം. 517/2019 UPS തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 61 ആയിരുന്നു. ആ തവണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 385 പേരായിരുന്നു. നിലവിലെ തിരുവനന്തപുരം ജില്ലയുടെ നിയമന നിലയാണ് ഇപ്പോൾ കാണുന്നത്. 324 പേർക്കാണ് ആകെ അഡ്വൈസ് ആയിരിക്കുന്നത്. OC 254ാം റാങ്ക് വരെയാണ് നിലവിൽ ആയിരിക്കുന്നത്. ഇനി നമുക്ക് UPS കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കാം. 707/2023 UPS കാസർഗോഡ് ജില്ലയുടെ എക്സാം നടന്നത് 6/7/2024 ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് 62 മാർക്കാണ്. 558 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ 1158 പേരാണ് മൊത്തം ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത്. മുൻ വർഷത്തെ കാസർഗോഡ് UPSയുടെ ഷോർട്ട് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 61.67 ആയിരുന്നു. 399 കാൻഡിഡേറ്റ്സ് ആണ് ആ തവണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കാസർഗോഡ് ജില്ലയുടെ നിലവിലത്തെ നിയമന നിലയൊന്ന് നോക്കാം. 353 പേർക്ക് ടോട്ടൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 256ാം റാങ്ക് വരെയാണ് OCയിൽ നിയമനം നേടിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.